കാഷ്വൽ വെയറിനൊരു പ്രിന്റഡ് കുർത്ത ആൻഡ് ബോട്ടം സെറ്റ്. ദുപ്പട്ട ഇല്ലാതെ ടോപ്പും ബോട്ടവും മാത്രമായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് ഫുള്ളായിട്ട് ഇതൊരു ആക്ച്വലി ഒരു സെമി സിൽക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ചെറിയൊരു സ്ലബൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് ഒരു ബത്തീക്ക് ഇൻസ്പയർഡ് പ്രിന്റ് സ്ക്രീനിൽ ചെയ്തേക്കുന്ന ലുക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയലാണ്. നമുക്ക് സ്ലിപ്സിൻ്റെ ഒന്നും ആവശ്യത്തിൻ്റെ അകത്ത് വരത്തില്ല. ആൻഡ് നെക്ക് ലൈൻ ഒരു ഓവർലാപ്പ് വി പാനൽ കൊടുത്തിട്ട് അതിനകത്ത് ഫുൾ എംബ്രോയിഡറി ത്രെഡ് വർക്കാണ്. കൊൽക്കത്തയുടെ ട്രഡീഷണൽ ത്രെഡ് വർക്കാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രേ വൈറ്റ്സിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. 3/4 സ്ലീവ്. 3/4 സ്ലീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഒരു ക്ലോസ് ടു റിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഒരു 17 to 18 ഇഞ്ച് അങ്ങനത്തെ ഉള്ളൊരു ലെങ്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബോട്ടത്തിനകത്താണെങ്കിൽ സോളിഡ് ആയിട്ട് വന്നിട്ട് ടോപ്പിൻ്റെ ഒരു പാനൽ അവിടെ പാച്ച് ചെയ്തിട്ടുണ്ട്. ലോവർ പോർഷനിൽ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ലുക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സോളിഡ് പാച്ചാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് ഫ്ലാറ്റ് ഫ്രണ്ടും ബാക്ക് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഫിനിഷിങ് വിത്ത് വൺ സൈഡ് പോക്കറ്റ് ഫോർ യുവർ ബോട്ടം സാസ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. 1599 ആണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് റെഡി ടു വെയർ ആണല്ലോ. ഭയങ്കര ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഒരു സെമി സിൽക്ക് ഫിനിഷിംഗ് ആണെങ്കിൽ നമുക്കൊരു കോട്ടൻ്റെ പോലെ തന്നെ ഒരു കംഫർട്ട് ലെവൽ ഇതിനകത്ത് വരുന്നുണ്ട്. ഫാബ്രിക്കിനൊരു സ്ലൈറ്റ് ഷീൻ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രിൻ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് എടുത്തറിയാത്തതാണ്. OS 381 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. കംഫർട്ടബിൾ ലുക്ക് ആൻഡ് ഇറ്റ്സ് 1599. ടസ സിൽക്ക് സാരീസ് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാതെ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ടസ സിൽക്ക് സാരിയാണ് കേട്ടോ ഞാനിപ്പം ഡ്രൈപ്പ് ചെയ്തേക്കുന്നത്. ഇതിൽ പീകോക്ക് ഡിസൈൻ ബേജ് കളറിൽ പ്യുർ ദേശി ടസ സാരിയാണ്. ഇതിൽ പീകോക്ക് ഡിസൈൻ വീവ് ചെയ്ത് വന്നേക്കാണ്. പീകോക്ക് ഡിസൈൻ 2 കളേഴ്സിലാണ് വീവിങ് വന്നേക്കുന്നത്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറിൽ. ആൻഡ് വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഒരു എലിഫൻറ്റ് ഗ്രേ കളർ ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് ബോഡി വന്നേക്കുന്നത് ആ ഒരു ദേശി കളർ ബേജ് കളർ ദേശി കളറിലാണ് വന്നേക്കുന്നത്. എന്നിട്ട് സാരിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ പീകോക്കിൻ്റെ ഡിസൈൻ വീവ് ചെയ്ത് വന്നേക്കാണ്. ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. സ്ട്രൈപ്പ് പാറ്റേൺ ഈ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, ബ്ലൂവും ബേജും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന സ്ട്രൈപ്പ് പാറ്റേൺ. ബ്ലൂ കളർ സ്ട്രൈപ്സ് ആണ് ബേജ് കളറിൽ വന്നേക്കുന്നത്. പല്ലു ഡീറ്റെയിലിംഗ് വന്നേക്കുന്നുണ്ടോ, കുറച്ചും കൂടി വലിയ പീകോക്ക് ഡിസൈൻ. ആൻഡ് 2 എഡ്ജസിലും ഇതുപോലെ ആ ഒരു ലൈൻസിൻ്റെ ഫിനിഷിങ് കൊണ്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന സാരിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ടസ സിൽക്കിൽ ഒരു സാരി നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി. 7699 ആണ് പ്രൈസ് വരുന്നത്. PD 677 ആണ് കേട്ടോ കോഡ് വരുന്നത്. ഇത് ഫസ്റ്റ് സാരി. ടസ സിൽക്കിലുള്ള ഇനി ഒരു സാരിയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടസ സിൽക്കിൽ ഈ വീവിങ് കോൺസെപ്റ്റിൽ വരുന്ന സാരി. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ത്രെഡ് വീവിങ് ആണെങ്കിൽ ഇത് ഒരു സെറി വീവിങ്ങിൽ വരുന്ന സാരിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ആൻഡ് കളറ് നല്ല ഭംഗിയുള്ളൊരു ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് ടോൺ, മജന്ത പിങ്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പിങ്ക് ടോൺ. എന്നിട്ട് അതിൽ ഗോൾഡൻ സെറിയുടെ കളർ ടിഷ്യൂ ബോർഡർ ഡീറ്റെയിലിംഗ് നമ്മൾ സാധാരണ ടസറിലൊക്കെ കാണുമല്ലോ, ആ ഒരു രീതിയിൽ വരുന്ന ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതുപോലെ പല്ലു നല്ല ഗ്രാൻഡായിട്ട് ഗോൾഡൻ ടിഷ്യൂവിൽ വരുന്ന പല്ലു. ഇനി അതിൻ്റെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബോഡിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കാന്ത സ്റ്റിച്ച് കൊണ്ട് റണ്ണിങ് കാന്ത പോലെ വരുന്ന സ്റ്റിച്ച് ലൈൻസ് കൊണ്ട് ഫില്ല് ചെയ്തേക്കുന്ന സ്ക്വയർ പാറ്റേൺസ് ആണ് പല്ലു നല്ല ഗ്രാൻഡായിട്ട് വരിക. അതുപോലെ തന്നെ എഡ്ജിൽ ഈ ബോർഡറിനോട് ചേർന്ന് നിൽക്കുന്ന പോർഷനിൽ സ്ട്രൈപ്പ് പാറ്റേൺ, അതും ഈ റണ്ണിങ് കാന്ത വീവിങ് ആണ് വന്നേക്കുന്നത്. ഫുൾ സാരി ഇതുപോലെയാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഭംഗിയുള്ള ലൈൻ പാറ്റേൺ ആണ് കേട്ടോ. ലൈൻ വീവിങ് പാറ്റേണിൽ വരുന്ന ബ്ലൗസ്. ഇതാണ് ബ്ലൗസ്. സെയിം വിത്ത് ബ്ലൗസ് ഒക്കെ ആയിട്ട് പെയർ ചെയ്യുമ്പോൾ നല്ല ഗ്രാൻഡായിട്ടുള്ള സാരിയാണ്. പ്രോഡക്റ്റ് കോഡ് വരുന്നത് PD 798 ആൻഡ് പ്രൈസ് വരുന്നത് 6699. അപ്പോൾ ടസ സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 സാരീസിൻ്റെ കളക്ഷനാണ് നമ്മളിന്ന് കണ്ടത്. 2ൻ്റെയും ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.com. വൈറ്റ് ജാംദാനി സാരിയുടെ ഒരു ലുക്കാണ് കേട്ടോ.
ഇത് നമുക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് എനിക്ക് ആ ഒരു ബ്ലൗസ് എങ്ങനെയോ പെയർ ചെയ്ത് കിട്ടി. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് NN125 ബ്ലൗസ്, നമ്മുടെ ഇനോഗ്രേഷൻ ഞാൻ വെയർ ചെയ്തിരുന്ന സാരിയുടെ ബ്ലൗസ് ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുകയാണ്. അത് എക്സാക്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ പെയർ ചെയ്തില്ലെങ്കിൽ പൊതുവെ ഞാൻ ഇങ്ങനത്തെയുള്ള സാരീസ് വരുമ്പോഴത്തേക്ക് ഞാനൊരു റെഡോ യെല്ലോ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഗ്രീൻ, അതാണ് എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളത്. പക്ഷെ ഇതിൻ്റെ കൂടെ കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ സാരിയും നമുക്ക് അവൈലബിൾ ആണ്. www.ham.store വിസിറ്റ് ചെയ്യുക. NN125 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൗസിൻ്റെ സാരി കാണാൻ പറ്റും. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് RP 480 ആണ്. അപ്പോൾ ഇത് ജാംദാനി ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഫുൾ വീവിങ് പാറ്റേൺ ആൻഡ് അതിനകത്ത് കോപ്പർ ടോണിൽ വന്നിട്ടുള്ള ഒരു സെറി ഡീറ്റെയിലിങ്ങും കൂടെ വന്നിട്ടുണ്ട്. നമ്മളെ ഒരു ലിനൻ്റെ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ബ്ലെൻഡഡ് മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് കേട്ടോ. പവലൂമിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ബോർഡർ പോർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു ജാംദാനി സ്റ്റൈൽ അവിടെ വന്നിരിക്കുന്നത്. ആംഗുലർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. അതിനകത്ത് ആ ഒരു ഡയമണ്ട് ഡിസൈൻസും ഒക്കെ വന്നിട്ടുണ്ട്. ബോഡി ഫുള്ളായിട്ട് ഫുൾ ഓൾ ഓവർ ദ സാരി നമുക്ക് ആ ഒരു കുഞ്ഞു മോട്ടീവ്സിൻ്റെ വീവിങ് സ്റ്റൈൽ ത്രെഡിൻ്റെ കൂടെ വൈറ്റ് ഓൺ വൈറ്റ് ത്രെഡിൻ്റെ കൂടെ തന്നെ കോപ്പറിൻ്റെയും കൂടി ഒരു വീവിങ് സ്റ്റൈലിലാണത് വന്നിരിക്കുന്നത്. ക്ലോസെല്ലാം നോക്കുമ്പോൾ കുറച്ച് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പല്ലു സിമ്പിൾ പല്ലു ആണ്, ലോങ് ആയിട്ടുള്ള പല്ലു ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാരിയും കൂടെ ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഒരു ഒക്കേഷണൽ വെയറിനാണെങ്കിലും നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷണൽ വെയറിനും ഇപ്പോൾ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് ഫീൽ കൊണ്ടുവരാൻ പറ്റുന്ന സാരിയാണ്. 1699 റേഞ്ചിൽ വന്നിരിക്കുന്ന ജാംദാനി വീവിങ് പാറ്റേൺ ആണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ RP 480 1699 റേഞ്ചിൽ വന്നിട്ടുള്ള കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ലിനൻ വീവിങ് പാറ്റേൺ. Check it out.